ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം. ബന്ധുക്കൾ അർത്ഥഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവൻ ഉലകിൽ നിൻ തത്വമൊക്കെ ഇത് അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും എന്നാക്കലാമമ ഉച്ചനാരായണായ നമ. ഈ ലോകമെന്നത് വലിയൊരു വലയാണ്, വേൾഡ് വൈഡ് വെബ്. ചിലർക്ക് ഈ വല കാണുമ്പോൾ തന്നെ ഇത് വലയാണ് എന്ന് മനസ്സിലാകും. അവർ ആ വലയിൽ പെടാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കും. ചിലർ വലയിൽ പെട്ടതിന് ശേഷമാണ് ഇത് വലയാണ് എന്ന് മനസ്സിലാക്കുന്നത്. അവരുടനെ അതിൽ നിന്ന് ചാടിപ്പുറത്ത് കിടക്കും. മറ്റു ചിലർക്ക് ഇത് വലയാണെന്ന് തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നില്ല. അവരതിൽ കിടന്ന് പുളച്ചുമറിയും. കുറെ കഴിഞ്ഞ് വല മുറുകുമ്പോഴാണ് പുറത്തു കിടക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നത്. പക്ഷെ പിന്നീട് ഒരിക്കലും സാധ്യമല്ലാത്ത അവസ്ഥയിലാകുന്നു. എന്തൊക്കെയാണ് ഈ വല? ബന്ധുക്കൾ, ധനതൃഷ്ണ, ഗൃഹം, പുത്രർ തുടങ്ങി അനേകം സംഗതികൾ ഈ വലയിലെ കണ്ണികളാണ്. ഇതൊരു ജാലമാണ്, വലയാണ്. ഇതിലെല്ലാം ബന്ധിതനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ, ഈശ്വരീയത, സാക്ഷാത്കാരം, സത്യം എന്നിവയെല്ലാം വിലയില്ലാത്തവയാകുന്നു. അയാൾക്ക് അതുകൊണ്ടൊരു പ്രയോജനവും സിദ്ധിക്കുന്നില്ല. കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് കണ്ണാടി കാണിച്ചു കൊടുത്താൽ അയാൾക്കതിൽ എന്ത് കാണാനാകും? സ്വന്തം പ്രതിബിംബത്തെ കാണാനോ അറിയാനോ അയാൾക്ക് കഴിയുന്നില്ല. സംസാരസാഗരത്തിൽ നിമഗ്നനായി ദീനനായിരിക്കുന്ന ഒരു മനുഷ്യന് പരമ്പൊരുളിനെ മനസ്സിലാക്കുക എളുപ്പമല്ല. ഈ അവസ്ഥ തനിക്ക് ഉണ്ടാകരുത് എന്നാണ് എഴുത്തച്ഛൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. എല്ലാം ഭഗവാന്റേതാണെന്നും ഒന്നും തൻ്റേതല്ലെന്നും മനസ്സിലാക്കണം. കർമ്മങ്ങൾക്കെല്ലാം ആരാധനാഭാവം നൽകണം. മനസ്സിനെ ത്യാഗം പരിശീലിപ്പിക്കുക, ത്യജിക്കാൻ പഠിപ്പിക്കുക. ക്രമേണ നിസ്സംഗത്വത്തിലേക്ക് എത്തും. അതിനാൽ ഭോഗൈശ്വര്യങ്ങളാകുന്ന വലയിൽ പെടുത്തുന്ന അന്ധത്വം തന്നിൽ നിന്ന് അകറ്റണേ എന്ന് ആചാര്യൻ പ്രാർത്ഥിക്കുന്നു.